വലുതാവും മരം വലുതാവേ വലുതാവടെ പരവേ വലുതാവടേ വലുതാവടെ വരം വലുതാവടേ. ഏ ആരാണ് എൻ്റെ പാട്ട് ഫ്രീ ആയിട്ടേക്കുന്നത്? നീ അല്ലേ? നിൽക്കണ അവിടെ. നിന്നെ ഞാനിന്ന് എൻ്റെ പാട്ട് ഫ്രീ ആയിട്ട് കേൾക്കുന്നവൻ ഇവിടെ ഇരുന്ന്. എന്താണ് എൻ്റെ പാട്ട് ഫ്രീ ആയിട്ട് കേൾക്കുന്നത്? ആരാന്ന് വിചാരം? ഞങ്ങളുടെ പാട്ട് എടുന്ന് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റൂല. 500 രൂപ ഇപ്പോൾ തന്നെ സൂപ്പർ ചാറ്റ് ചെയ്തോളാം. ആ അതിന് അങ്ങോട്ട് പോയേ. എവിടെ കാക്ക മറന്നു നോക്കും. നോക്കങ്ങോട്ട്. ബും. പേടിച്ചില്ലേ? പേടിച്ചില്ലടാ? പേടിച്ചില്ലേ? കളിയാക്കുന്ന ആളാ നീയൊക്കെ തന്നെ. പേടിച്ചെന്ന് പറയടാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയൂ. കൊല്ലുന്നവനെ കൊല്ലൂ. ഈ ആക്സി ഞാൻ വെട്ടി വെട്ടി ഞാൻ ചിക്കൻ കട വിൽക്കൂ. മര്യാദ പറഞ്ഞാൽ പേടിച്ചെന്ന്. കമൻ്റ് ഇട്ടോളാം നീ പേടിച്ചെന്ന്. പറയത്തില്ലെന്നാ? പറയത്തില്ലേ? കമൻറ്റ് മര്യാദ ചെയ്തോണം, അല്ലെങ്കിൽ ഞാൻ ഈ വാളിനെ മോഡ്സിൽ തട്ടിയ പോലെ നിന്നെയും തട്ടു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി നമ്മൾ ബേസ് പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും വുഡ് എൻ്റെ കിടപ്പുണ്ട്. ഈ വുഡ് ഫാം ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര എഫിഷ്യൻസിയാണ് ഗൈസ്, ഭയങ്കര എഫിഷ്യൻസി. 2 കൊല്ലം കഴിഞ്ഞാന്നേ ഉള്ളൂ മരം വരുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസ് പരിപാടി. അപ്പം ഞാൻ ഈ ബേസിന് വേണ്ടി കുറച്ച് സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോൺ സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കി വിൽക്കുന്ന. നല്ല സ്പീഡുണ്ട്, നല്ല സ്പീഡാണ്. എൻ്റെ മരത്തിനെക്കാട്ടി നല്ല സ്പീഡുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഈ ചളിയൊന്നും അടിക്കുന്നില്ല, നേരെ ബേസ് പണിയിലോട്ട് തുടങ്ങാം. സോ ഞാൻ ഇവിടുന്ന് ബേസ് പണി തുടങ്ങി ഏകദേശം സെറ്റായി കഴിഞ്ഞ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പം വീഡിയോക്ക് ഇതിലിട്ടാരെങ്കിൽ ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ ലൈക്ക് അടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചേക്കാം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ 2 കോടിയുടെ ബേസ് ഇതാ റെഡിയായി നിൽക്കുന്നു. അത് തന്നെ 2 കോടിയുടെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 4, 5 അല്ല 6 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ അങ്ങനെ എൻ്റെ വീടുണ്ടായിക്കൊണ്ട്. സൈഡിൽ നിന്ന് കൺട്രോൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കീബോർഡ് മൗസ് കണക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻലി കാര്യമാണ് ചാർജ് പെട്ടെന്ന് കുറയുന്നേ. അപ്പം ഇതാണ് എൻ്റെ ബേസ്. തുറന്ന് നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ കുറേ ഡോറും ഊച്ചാണ്ടി ബിൽഡ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്നെക്കൂടി ഇത്രയൊക്കെ കഴിയും. സ്റ്റാർട്ടപ്പ് ബേസ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടപ്പ് ബേസ്. അപ്പം നിങ്ങൾക്ക് മേളിൽ കാണും 2 വഴികളുണ്ട് മേളിലോട്ട് പോകാൻ. അത് 2ഉം കൊള്ളാത്ത വഴികളാണ്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നും വെച്ചിട്ടില്ല. എന്തായാലും ഇവിടെ വന്ന് എനിക്ക് ജനൽ വഴി ഇങ്ങനെ നോക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ എൻ്റെ ബെഡ്റൂം എന്തായാലും വരുന്നില്ല. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ബെഡ്റൂം ആക്കാമെന്നായിരുന്നു. ഇപ്പം എന്തായാലും വേണ്ട. അപ്പം ഇനി അപ്പുറത്തെ സൈഡ് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഇതേപോലെ തന്നെയാണ്. സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇതിലും വഴി ചെല്ലു വഴി നമ്മൾ അങ്ങോട്ടും കൂടി മരമെല്ലാം കാണാൻ കഴിയും. മരം വലുതാവടെ മരം. അതായത് എന്തായാലും അടുത്ത വർഷം വലുതായിക്കോളൂ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കണം. ഇപ്പം ഇത്തിരിയെങ്കിലും കാണാൻ പറ്റും. ദേഹങ്കോലം ആണെണ്ണ. അപ്പം നമുക്ക് നേരെ ഇനി മണ്ടക്കത്ത് ഫ്ലോറോട്ട് പോവാം. ആദ്യം ഞാൻ ഈ സ്റ്റെയർ കേസ് വേറെ രീതി വെക്കാൻ നോക്കി, നടന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെയൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും പതിയെ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ധൃതിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇപ്പം എന്തായാലും ബേസ് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കട്ടെ. നമുക്ക് പതിയെ നമ്മുടെ എല്ലാ ഐറ്റംസും ഇതിലോട്ട് വെക്കാം. ഇതാണ് എൻ്റെ ബാൽക്കണി. ഇവിടുത്തെ എനിക്ക് സൂര്യ അസ്തമിക്കുന്ന എല്ലാം കാണാൻ കഴിയും. ഞാനല്ലേക്ക് ഇവിടെ ഒരു കട്ടിൽ വെച്ചിട്ട് ഇവിടെ കിടക്കാതെ നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിടുന്നു. ഞാൻ എൻ്റെ വീട് ടൂർ കാണിക്കുവാണ്. അപ്പം ഇതാണ് എൻ്റെ ബേസ്. ഇത്രയും ചെറിയ ബേസാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഈ ചെറിയ ബേസ് ഉണ്ടാക്കി എനിക്ക് 6 മണിക്കൂർ എടുത്തു. ഇനി ബെഗാ ബേസിന് ഈ 128 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം 128 മണിക്കൂർ എന്ന് പറയുമ്പം ഏകദേശം 10 ദിവസം വരും. എൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ടാറ്റ ബൈ ബൈ. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ചെറുതാണ്, കുഴപ്പമില്ല. ചെറിയ വീഡിയോ ഈസ് ബെസ്റ്റ്. അത് തന്നെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.